ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതുവഴി നമ്മുടെ സ്റ്റോറേജ് വളരെയധികം നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള ഒരു ഗുണം. അപ്പൊ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമുക്ക് വളരെയധികം സ്റ്റോറേജ് കൂടി നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണുന്നുണ്ട് അല്ലെ. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഡോട്ട്സിൽ മോർ ഓപ്ഷൻസ്, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോയും കാണാം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ഇവിടെ നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ താഴേക്ക് വന്നാൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി ഉണ്ട്. ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി, അതിന്റെ താഴെ ഓട്ടോ അപ്ലോഡ് ക്വാളിറ്റി അല്ലെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മീഡിയ അപ്ലോഡ് ക്വാളിറ്റിയിൽ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മൾ ആക്കി വെക്കുന്നത്. നമുക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ഇമേജുകൾ നമുക്ക് ഫ്രണ്ട്സിന്റെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ SD ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? അതിന് തൊട്ട് താഴെ പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് HD ക്വാളിറ്റി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആക്കി മാറ്റി വെക്കണം. കാരണം നമുക്ക് പല ഫ്രണ്ട്സുകളും ഗ്രൂപ്പിലൊക്കെ അയക്കുന്ന പല ഫോട്ടോകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ SD ക്വാളിറ്റിയിൽ ഓട്ടോ ആയിട്ട് നമ്മുടെ ഗാലറിയിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ സ്റ്റോറേജ് നഷ്ടമാവും. അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഈ SD ക്വാളിറ്റി മാറ്റിയിട്ട് സ്റ്റാൻഡേർഡിലേക്ക് ആക്കിയിട്ട് സേവ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫോട്ടോകൾ, വീഡിയോകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ഒക്കെ ഈ SD ക്വാളിറ്റിയിൽ സേവ് ആയി കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവും. അതുകൊണ്ട് എല്ലാവരും ഉടൻ തന്നെ SD ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ട് സേവ് ചെയ്ത് വെക്കുക.